നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് KR. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും വിവാദങ്ങൾക്കും സാക്ഷ്യം വഹിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ആവേശകരമായ കൊടിയിറക്കം. വാദ്യമേളങ്ങളുടെയും മുദ്രാവാക്യം വിളികളുടെയും അകമ്പടിയോടെ നടന്ന കലാശക്കൊട്ടിൽ മൂന്ന് മുന്നണികളും തങ്ങളുടെ കരുത്ത് പ്രകടിപ്പിച്ചതോടെ ആവേശക്കടലായി മാറി. ഓരോ തദ്ദേശ സ്ഥാപന പരിധിയിലും പ്രധാന ടൗണുകൾ കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം നടന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണം പൂർത്തിയാക്കിയത്. പരസ്യ പ്രചാരണം അവസാനിച്ചതോടെ ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. വ്യാഴാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിൽ ജനവിധി ആർക്ക് അനുകൂലമാകുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള വളവിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ താഴ്ചയിലുള്ള വീടിന് മുകളിലേക്ക് മറിഞ്ഞു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും മടങ്ങുകയായിരുന്ന മണ്ണാർക്കാട് അലനല്ലൂർ സ്വദേശികളായ ഇബ്രാഹിം, ഷെഫീഖ് എന്നിവർ വാഹനത്തിലുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച പുലർച്ചെ 5 മണിയോടെയുണ്ടായ അപകടത്തിൽ സമീപത്തെ വൈദ്യുതി തൂണുകൾ തകരുകയും പ്രദേശത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തു. പാലക്കാട് കോങ്ങാട് തലക്കശ്ശേരി നാഗൻകുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞ് പാപ്പാൻ രാമൻ കൊല്ലപ്പെട്ടു. പകൽ ശിവേലിക്കിടെ വിരണ്ടോടിയ കൊല്ലങ്കോട് ഗോവിന്ദൻകുട്ടി എന്ന ആനയെ തളയ്ക്കുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് പാപ്പാന് നേരെ ആക്രമണമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിഷുവിപണി ലക്ഷ്യമിട്ട് വേലൂർ തണ്ടിലം പാടശേഖരത്തിൽ ദിലീപ് കുമാറും കുടുംബവും ഒരുക്കിയ സ്വർണ്ണ നിറമുള്ള കണിവെള്ളരികൾ വിളവെടുപ്പിന് സജ്ജമായി. കാട്ടുപന്നി ശല്യം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളെ അതിജീവിച്ച് യുവ കർഷകനായ മകൻ അശ്വത്തിന്റെ കരുത്തിൽ ജൈവ രീതിയിലാണ് ഈ 2 ഏക്കർ കൃഷിയിടം ഒരുക്കിയിരിക്കുന്നത്. വേലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ദിലീപ് കുമാറും കുടുംബവും ചേർന്ന് വിളയിച്ചെടുത്ത വിഷരഹിത പച്ചക്കറികൾ ഇപ്പോൾ വിഷുക്കണി ഒരുക്കുവാൻ നാടൻ വിപണികളിലേക്ക് എത്തുകയാണ്.